താൻ ആരുടെയും നോമിനി അല്ലെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് 24-നോട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി സംസാരിച്ചെന്നും ആശങ്കകൾ കേട്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. MM ഹസന് തന്നോട് അതൃപ്തിയുള്ളതായി തോന്നുന്നില്ലെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. UDF കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന ശ്രീ അടൂർ പ്രകാശാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തായാലും വലിയ ഉത്തരവാദിത്തമാണ്. ഒപ്പം രണ്ട് പ്രധാനപ്പെട്ട ചുമതലകൾ വരുന്നുണ്ട്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ UDFനെ മുഴുവൻ നയിക്കുക. അത് കഴിഞ്ഞ് തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും. വലിയ ഉത്തരവാദിത്തങ്ങളാണ്. തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രസ്ഥാനം എന്നെ ഈ ചുമതല ഏൽപ്പിച്ചത് വളരെ പ്രതീക്ഷയോടെയാണ് എന്നറിയാം. ഞാൻ കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ഏറ്റവും അധികം കടപ്പെട്ടവനാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നാളിതുവരെയും ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ പ്രസ്ഥാനത്തിൽ തന്നെ അടിയുറച്ച് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. അത് UDFനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ ഘടകകക്ഷികൾ എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി കൊണ്ടുപോവുക, അതാണ് കൺവീനർ എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അദ്ദേഹവുമായി ആലോചിച്ചുകൊണ്ട്, KPCC പ്രസിഡൻറ്റുമായി ആലോചിച്ചുകൊണ്ട് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. ഈ പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ഈ സാമുദായിക സമവാക്യങ്ങളെല്ലാം പാലിക്കുന്നുണ്ടോ, അത് ഏതെങ്കിലും ഘടകമായിട്ടുണ്ടോ എന്നുള്ള ചർച്ചകൾ കൂടി ഒരു ഭാഗത്ത് വരാറുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും നോമിനിയാണോ താങ്കൾ? ഞാൻ അങ്ങനത്തെ നോമിനിയൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുത്തു. എനിക്കങ്ങനെ സ്പോൺസർമാരോ മറ്റാളുകളാരോ ഒന്നും എൻ്റെ പുറകിലില്ല. എവിടെയെങ്കിലും ഉണ്ടോ എന്നെനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതെനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ ആരുടെയും നോമിനിയായിട്ട് വന്നതല്ല. പക്ഷേ അവരുമായിട്ടൊക്കെ നല്ല സൗഹാർദ്ദത്തിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. ഒപ്പം കഴിഞ്ഞ ദിവസം പുതിയ നിയുക്ത KPCC അധ്യക്ഷനെ കൂടി വിമർശിച്ച് സമുദായ നേതാവായി വെള്ളാപ്പള്ളി നടേശൻ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. ആ പ്രസ്താവനകൾ എങ്ങനെയാണ്? ഇല്ല, അതേക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നത് ശരിയല്ല. ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. ഞാൻ അദ്ദേഹവുമായി ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ എന്നോട് തന്നെ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില ആശങ്കകളുണ്ട്, അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ഒക്കെ ഒരു മറുപടി എന്നുള്ള നിലയിലൊന്നും പറയാൻ ഞാൻ അർഹനല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു വലിയ സമുദായത്തിൻ്റെ സമന്വിതമായ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റേതായ അഭിപ്രായം പറയും. പക്ഷേ ആ അഭിപ്രായം പറയുമ്പോഴും അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോകുന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആരാണെങ്കിലും അവരുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഘടകകക്ഷി നേതാക്കളുമെല്ലാം ചർച്ച ചെയ്തു. എന്തെങ്കിലും ആശയവിനിമയം? അല്ല, ഒരു ചർച്ചയും നടത്തില്ല. നമ്മൾ UDF കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്നതിന് മുന്നോടി എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരുമായി ഞാൻ 2 ദിവസമായി അവരെയൊക്കെ വിളിച്ചു. അവരുമായി ആശയവിനിമയം നടത്തി. അവരുടെ എല്ലാ പൂർണ്ണമായ സപ്പോർട്ടും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകണം എന്ന സന്തോഷകരമായ വർത്തമാനമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും. സംസ്ഥാനത്തിൻ്റെ UDF നേതൃത്വത്തെ ഇനി ശ്രീ അടൂർ പ്രകാശ് നയിക്കും.